വിദേശത്ത് പോയി കുറെ കാശുണ്ടാക്കാന്ന ഒരു മോഹത്തിൽ മാത്രം നിങ്ങൾ നഴ്സിംഗ് എടുക്കരുത്. ഇത് നഴ്സിംഗ് എടുക്കാൻ പോകുന്ന പിള്ളേരോടാ. തിങ്സ് യു ഷുഡ് നോ ബിഫോർ ചൂസിംഗ് നഴ്സിംഗ്. ആദ്യം തന്നെ വേറെ ആരും പറഞ്ഞെന്ന് പറഞ്ഞ് നിങ്ങൾ നഴ്സിംഗ് എടുക്കരുത്. ഞാൻ നഴ്സിംഗ് എടുത്ത് എന്റെ സ്വന്തം ഇഷ്ടപ്രകാരത്തിന്. അതുപോലെ നിങ്ങളും നിങ്ങളുടെ ഇഷ്ടത്തിന് മാത്രമേ നഴ്സിംഗ് എടുക്കാവുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ എന്റെ ഇഷ്ടംപോലെ ഫ്രണ്ട്സ് ഈ നഴ്സിംഗ് എടുത്തിട്ട് എന്തിനാണോ ഈ നഴ്സിംഗ് എടുത്തത്, വേറെ എന്തെങ്കിലും കോഴ്സ് എടുത്ത് പഠിച്ചാൽ മതിയായിരുന്നു എന്ന് ഓർത്ത് ഇപ്പോഴും റിഗ്രറ്റ് ചെയ്യുക. ഈ സെൽഫ് റെസ്പെക്ട് ഒക്കെ നമ്മൾ ഇവിടെ വന്നിട്ട് പിന്നെ അതൊന്നും പ്രതീക്ഷിക്കണ്ടേ. നമ്മൾ പഠിക്കുന്ന കോളേജ് നമ്മുടെ നഴ്സിംഗ് ജീവിതത്തിനെ ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യും. ഇപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഒരു കോളേജ് ചൂസ് ചെയ്യുമ്പോൾ പോയി കണ്ട് തന്നെ അഡ്മിഷൻ എടുക്കണം. പിന്നെ അവിടെ പഠിക്കുന്ന പിള്ളേരുമായിട്ട് സംസാരിച്ചിട്ടേ അങ്ങോട്ട് ചേരാൻ പാടുള്ളൂ. അത് ഒരു ഏജൻസി പറഞ്ഞെന്ന് പറഞ്ഞ് വിശ്വസിച്ച് പോരുത്. ഇഷ്ടംപോലെ ഏജൻസികൾ ഉണ്ട്, പക്ഷെ വിരലെണ്ണാവുന്ന കുറച്ച് ഏജൻസികൾ മാത്രമേ നമുക്ക് വിശ്വസിക്കാൻ പറ്റും. അത്യാവശ്യം നല്ല രീതിക്ക് ക്ഷമയൊക്കെ വേണ്ട ഒരു കോഴ്സും കൂടിയാണ്. പിന്നെ നിങ്ങൾ വീട്ടിൽ നിന്ന് ഹോസ്റ്റലിലോട്ട് വരുമ്പോൾ മൈൻഡ് ഒക്കെ ഒന്ന് പ്രിപ്പയർ ആക്കിയിട്ട് വരണം. ഇവിടുത്തെ ഫുഡ്, പിന്നെ സ്വന്തം കാര്യങ്ങൾ നോക്കണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. പിന്നെ എന്നൊക്കെ ആരൊക്കെ പറഞ്ഞാലും നഴ്സിംഗിന് വരുന്നതിന് മുന്നേ ഇതിന്റെ പോസിറ്റീവ്സും നെഗറ്റീവ്സും നിങ്ങൾ തന്നെ മനസ്സിലാക്കിയിട്ട് വരാവുള്ളൂ. ഓക്കെ, എന്നാണ് ഞാൻ ഒത്തിരി ഭയങ്കര നെഗറ്റീവ് ആയിട്ടൊന്നും പറയുന്നില്ല. കാരണം നഴ്സിംഗ് എന്ന് പറയുന്ന കോഴ്സ് എടുത്ത ഒരു കുടുംബം രക്ഷപ്പെടുമെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. പക്ഷെ അത് സത്യമാണ്. ഇപ്പം പഠിച്ചു കഴിഞ്ഞാൽ ഉടനെ നിങ്ങൾക്ക് ജോലി കിട്ടും. പിന്നെ അബ്രോഡ് മാത്രമല്ല, നിങ്ങൾക്ക് നാട്ടിൽ തന്നെ അത്യാവശ്യം നല്ല രീതിയിലുള്ള സെൻട്രൽ ഗവൺമെന്റ് എക്സാംസ് ഒക്കെ എഴുതി പാസ്സായാൽ നല്ലൊരു സാലറി പാക്ക് ഉള്ള ജോലി കിട്ടും. അല്ലേ? അപ്പൊ ഇതുപോലത്തെ നഴ്സിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസും അപ്ഡേറ്റും ഒക്കെ അറിയാൻ ഡു ഫോളോ മൈ അക്കൗണ്ട്.